നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള തിയറമാണ് കേട്ടോ. ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. കാനോണിക്കൽ ഫോംസിലെ പ്രോബ്ലംസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു തിയറം കൂടെയാണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. Let T be a linear operator on a finite dimensional vector space V. Let C1, C2, etc. Ck be the distinct characteristic values of T. Let Wi be the null space of T minus Cii. Then the following are equivalent. First one, T is diagonalizable. Second one, the characteristic polynomial for T is f of x equal to x minus c1 into power alpha 1 etc. up to x minus ck power alpha k, where alpha I equal to dimension of Wi for every I. Third one, dimension of V equal to dimension of W1 plus dimension of W2 plus etc. up to dimension of Wk. നമുക്ക് നോക്കാം. T എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. ഓക്കെ, ഈ ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആണ് C1, C2 etc. up to Ck എന്ന് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് സ്പേസസ് ആണ് W1, W2 etc. up to Wk എന്ന് പറയുന്നത്. ഇത് Wi എന്ന് പറയുന്നത് T മൈനസ് Ciയുടെ നൾ സ്പേസ് ആണെന്ന് തന്നിട്ടുണ്ട്. അതെന്താണ്? W1, W2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്പേസസ് ആണ്. അങ്ങനെയെങ്കിൽ താഴെ തന്നിരിക്കുന്നതൊക്കെ ഈക്വലൻ്റ് ആണ്. ടി ഡയഗണലൈസബിൾ ആണ്. അതുപോലെ തന്നെ ടിയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് c1 ഹോൾ റേസ് ടു ആൽഫ 1 എക്സ് മൈനസ് c2 ദ ഹോൾ റേസ് ടു ആൽഫ 2 എക്സെട്ര അപ് ടു എക്സ് മൈനസ് ck ദ ഹോൾ പവർ ആൽഫ k ആണ്. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് W ആണ്. പിന്നെ നമ്മൾ ഈ ഏഗൺ സ്പേസസിൻ്റെ അല്ലെ ക്യാരക്ടറിസ്റ്റിക് സ്പേസസിൻ്റെ എല്ലാം ഡയമെൻഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ ഡയമെൻഷൻ കിട്ടും? വിയുടെ ഡയമെൻഷൻ കിട്ടും. ഓക്കെ, ഇപ്പം നമുക്ക് 1 implies 2 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ടി ഡയഗണലൈസബിൾ ആണെന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ കുറിച്ച് പറയണം. അപ്പോൾ സപ്പോസ് ദാറ്റ് ടി ഈസ് ഡയഗണലൈസബിൾ. നമ്മൾ ടി ഡയഗണലൈസബിൾ ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡയഗണലൈസബിളിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് എന്തെഴുതാം? ദർ എക്സിസ്റ്റ് എ ബേസിസ് ബി ഫോർ വി ഈച്ച് വെക്ടർ ഓഫ് വിച്ച് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് ടി ആൻഡ് ദ മെട്രിക്സ് of T relative to the basis B is a diagonal matrix whose diagonal entries are characteristic values C1, C2, etc. Ck with alpha 1, alpha 2, etc. up to alpha k multiplicity. അതായത് നമുക്ക് ടി എന്ന് പറയുന്ന ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബേസിസ് വിക്കുള്ളൊരു ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ബേസിസിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന ഒരു ബേസിസിനെ നമുക്ക് വിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിന് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ആ ലീനിയർ ഓപ്പറേറ്ററിന് ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അതിൽ ഡയഗണൽ എൻട്രീസ് എന്തായിരിക്കും? നമ്മളെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്, ഏഗൺ വാല്യൂസ് ആയിരിക്കും അതിൻ്റെ എൻട്രീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഡയഗണൽ എൻട്രീസ് ആയിട്ട് വരുന്നത്. ആ ഡയഗണൽ എൻട്രീസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. C1 ആൽഫ 1 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, C2 ആൽഫ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, Ck ആൽഫ k ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇഫ് Ci റിപ്പീറ്റഡ് ആൽഫ I ടൈംസ് ദെൻ ദ മെട്രിക്സ് A ഹാസ് ദ ഫോം. നമ്മൾ പറഞ്ഞു ടിയുടെ മെട്രിക്സിന് ഏത് ഫോമാറ്റിലാണ് ഉണ്ടാവുക? ഡയഗണൽ എൻട്രീസ്, ഡയഗണൽ മെട്രിക്സ് ആണ് ഉണ്ടാവുക. ഡയഗണൽ മെട്രിക്സിൽ ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളുടെ ആ മെട്രിക്സ് ഹാസ് ദ ഫോം. നമുക്ക് എന്ത് പറയാം? C1 എക്സെട്ര. ഇവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആൽഫ 1 ടൈംസ് C1 ആൽഫ 1 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, C2 ആൽഫ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, Ck ആൽഫ k ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് കേട്ടോ, വലിയൊരു മെട്രിക്സ് ആണ്, ഡയഗണൽ മെട്രിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഡയഗണൽ എൻട്രീസ് ആയിട്ട് വരുന്ന ഡയഗണൽ മെട്രിക്സ് ആണിത്. അങ്ങനെയെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമുക്ക് എഴുതാമല്ലോ. ദെൻ characteristic polynomial for T is എന്താ വരിക? ശരിക്കും നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഐ മൈനസ് എ ആണ്. ഇതിൽ എക്സ് ഐ മൈനസ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ കിട്ടുക? എക്സ് മൈനസ് C1 എക്സ് മൈനസ് C1, ഇവിടെ എത്തുമ്പോൾ എക്സ് മൈനസ് C2 എക്സ് മൈനസ് C2, ഇവിടെ എത്തുമ്പോൾ എക്സ് മൈനസ് Ck എക്സ് മൈനസ് Ck എന്നാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ അതൊരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് മൈനസ് C1 ദ ഹോൾ റേസ് ടു ആൽഫ 1 എക്സ് മൈനസ് C2 ദ ഹോൾ റേസ് ടു ആൽഫ 2 എക്സെട്ര എക്സ് മൈനസ് Ck ദ ഹോൾ പവർ ആൽഫ k. നമ്മളൊരു ഭാഗം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് ഈ ആൽഫ 1 എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് Wi ആണെന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ ഇക്വലൻ്റ് കണ്ടീഷൻ കംപ്ലീറ്റ് ആയി. 1 implies 2 നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാം.
അപ്പോൾ നമുക്ക് ഇനിയുള്ള നമ്മളെ ക്ലെയിം എന്താണ്? ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ആൽഫ ഐ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഐ എന്ന് പറയണം ഫോർ എവ്രി ഐ. ഇനി നമുക്കറിയാം ഡബ്ല്യു ഐ എന്ന് പറയുന്നത് ടി മൈനസ് സി ഐ ഐയുടെ നൾ സ്പേസ് ആണ്. അപ്പോൾ ഡബ്ല്യു ഐൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടി മൈനസ് സി ഐ ഐയുടെ നള്ളിറ്റി ആണല്ലോ വരിക. ഓക്കെ, അത് വെച്ച് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സിൻസ് ഡബ്ല്യു ഐ നമുക്ക് തന്നിട്ടുണ്ട് ഈസ് ദ നൾ സ്പേസ് ഓഫ് ടി മൈനസ് സി ഐ ആർ അല്ല, then we see that dimension of wi എന്ന് പറയുന്നത് എന്തായിരിക്കും? is equal to nullity of t minus ci വരിക. ഓക്കെ, അതായത് നമ്മൾ ഈ മെട്രിക്സിനെ എ എന്നല്ല എടുത്തത്. ഈ മെട്രിക്സിനെ നമ്മൾ എ എന്നാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മൾ ടിയുടെ കറസ്പോണ്ടിങ് മെട്രിക്സിനെയാണ് നമ്മൾ എ എന്ന് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഐ എന്ന് പറയുന്നത് നള്ളിറ്റി ഓഫ് ടി മൈനസ് സി ഐ ആണെന്ന്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാലോ, നള്ളിറ്റി ഓഫ് എ മൈനസ് സി ഐ ഐ. അതായത് എ മൈനസ് സി ഐ ഐയിലെ നള്ളിറ്റി എന്താ മീൻ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. എന്താണ് ശരിക്കും എ മൈനസ് സി ഐ ഐ എന്ന് പറയുന്നതിലെ നമ്പർ ഓഫ് സീറോ എലമെൻറ്റ്സ് എത്രയാണോ വരുന്നത് അതാണ് ശരിക്കും നള്ളിറ്റി ഓഫ് ടി മൈനസ് സി ഐ ഐ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ എഴുതാം നമ്പർ ഓഫ് സീറോ എലമെൻറ്റ്സ് ഇൻ ദ ഡയഗണൽ ഓഫ് എ മൈനസ് സി ഐ ഐ. അപ്പോൾ എ മൈനസ് സി ഐ ഐ നിങ്ങൾ നോക്കുക. എ മൈനസ് സി ഐ ഐ നമ്മളുടെ മെട്രിക്സ് ആണ് എ. ഇതിൽ മൈനസ് സി ഐ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും എലമെൻറ്റ്സ് സീറോ ആയി പോകും അല്ലേ. അപ്പോൾ ആ എലമെൻറ്റ്സിൻ്റെ എത്ര എണ്ണം ഉണ്ടാവും? അത് ആൽഫ 1 എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആൽഫ ഐ എലമെൻറ്റ്സ് ആണ്. എ മൈനസ് സി 1 ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആൽഫ 1 ടൈംസ് ആണ്. അപ്പോൾ ആൽഫ ഐ ടൈംസ് ആണ് അതിൻ്റെ സീറോ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഐ എന്ന് പറയുന്നത് ആൽഫ ഐ ആണെന്ന് കിട്ടി. അതായത് നമ്മൾ പ്രൂവ് ചെയ്തു 1 implies 2. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 2 implies 3 ആണ്. 2 implies 3 പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് പറയാനുള്ളത് 2 implies 3 ആണ്. നമ്മൾ പറയുകയാണ് സപ്പോസ് ദാറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫോർ ടി ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി 1 പവർ ആൽഫ 1 എക്സെട്ര അപ് ടു എക്സ് മൈനസ് സി കെ പവർ ആൽഫ കെ വെർ ആൽഫ ഐ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഐ ഫോർ എവറി ഐ. അതായത് നമ്മൾ അസംഷൻ ആണ് 2 നമ്മൾ അസ്യൂം ചെയ്തു. നമുക്ക് 3 പ്രൂവ് ചെയ്യണം. 3 എന്തായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? dimension of v equal to dimension of w1 plus dimension of w2 plus etc up to dimension of wk എന്ന് പറയണം അല്ലേ. ഇനി f എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫോർ ടി ആണെങ്കിൽ നമുക്കറിയാം ടി എന്ന് പറയുന്നത് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം വി ടു വി ആണെങ്കിൽ ടിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ത് വരണം? വിയുടെ ഡയമെൻഷൻ എന്താണോ അതാണ് വരേണ്ടത്. ഓക്കെ, സിൻസ് എഫ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫോർ ടി then degree of polynomial f must be equal to dimension of v. ടി എന്ന് പറയുന്നത് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ ടിയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതുമ്പോൾ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് വി എന്താണോ അതാണ് വരേണ്ടത്. ഓക്കെ, പക്ഷേ നമുക്കറിയാം ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താ വരിക? ശരിക്കും ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ കെ ആണല്ലേ വരിക. അപ്പോൾ ഡിഗ്രി ഓഫ് എഫ് ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ കെ. ഇനി നമുക്കറിയുന്ന തൊട്ട് മുമ്പുള്ളതിൽ നിന്ന് നമുക്കുള്ള അസംഷനാണ് നമുക്ക് തൊട്ട് മുമ്പുള്ള കാര്യത്തിൽ നിന്നും നമുക്ക് ആൽഫ ഐ എന്ന് പറയുന്നത് എന്താ? ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ഐ ആണ്. ഇനി നമുക്കറിയാം
ഡിഗ്രി ഓഫ് എഫ് എന്ന് പറയുന്നത് ആരോട് ഈക്വലാണ്? ഡയമെൻഷൻ ഓഫ് വിയോട് ഈക്വലാണ്. സോ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്രാ ടു ആൽഫ കെ എന്ന് പറയുന്നത് ആരോട് ഈക്വലാണ്? ഡയമെൻഷൻ ഓഫ് വിയോട് ഈക്വലാണ്. നമുക്കറിയാം ആൽഫ 1 എന്താ? ഡയമെൻഷൻ ഓഫ് W1 ആണ്. ആൽഫ 2 എന്താ? ഡയമെൻഷൻ ഓഫ് W2 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 പ്ലസ് എക്സെട്രാ ടു ഡയമെൻഷൻ ഓഫ് WK എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് വി ആണെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് 2 ഇംപ്ലൈസ് 3 പറയാനുണ്ടായിരുന്നത്. നമുക്ക് 3 ഇംപ്ലൈസ് 1 പറയണം. അതായത് ഡയമെൻഷൻ്റെ കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ടി ഡയഗണലൈസബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ അസ്യൂം ചെയ്യണം ഫസ്റ്റ്, സപ്പോസ് ദാറ്റ് dimension of V equal to dimension of W1 plus dimension of W2 plus etc. up to dimension of WK. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ടി എന്ന് പറയുന്ന ഡയഗണലൈസബിൾ ആണെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ് ലെറ്റ് W ഈക്വൽ ടു W1 plus W2 plus etc. up to WK എന്ന് പറയുന്ന ഒരു ലീനിയർ സമ്മിൻ്റെ സ്പേസ് കൺസിഡർ ചെയ്തു. W ഈക്വൽ ടു W1 plus W2 plus etc. up to WK. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പുള്ള ലെമ്മ വെച്ച് നമുക്ക് എന്ത് പറയാം? dimension of W equal to dimension of W1 plus dimension of W2 plus etc. up to dimension of WK എന്ന് പറയാം. ഇനി ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്തേ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W എന്ന് കിട്ടും അല്ലേ? ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് കിട്ടും. ഇനി W1 W2 etc. up to WK എന്ന് പറയുന്നത് ആരുടെ സബ്സ്പേസ് ആണ്? വിയുടെ സബ്സ്പേസ് ആണ്. W എന്ന് പറയുന്നതും ആരുടെ സബ്സ്പേസ് ആണ്? വിയുടെ സബ്സ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ W ഈസ് എ സബ്സ്പേസ് ഓഫ് വി, പക്ഷേ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുവും ഡയമെൻഷൻ ഓഫ് വിയും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അത് ഏത് സബ്സ്പേസ് ആയേ മതിയാവൂ? വി തന്നെ ആയേ മതിയാവൂ. ഹെൻസ് W ഈക്വൽ ടു വി. ദെൻ വി ക്യാൻ ബി റിട്ടൺ ആസ്, നമുക്കറിയാം W എന്ന് പറയുന്നത് എന്താ? W1 പ്ലസ് W2 പ്ലസ് W എക്സെട്രാ ടു WK ഈസ് ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ W1 യൂണിയൻ W2 യൂണിയൻ എക്സെട്രാ ടു WK. നമുക്കറിയാം W എന്ന് പറയുന്നത് ഇതൊരു സബ്സ്പേസ് ഓഫ് വി ആണ്, സ്പാൻഡ് ബൈ ദിസ് ഈ യൂണിയൻ, അതായത് ഇതിൻ്റെ യൂണിയൻ സെറ്റ് സ്പാൻ ചെയ്യുന്ന ഒരു സബ്സ്പേസ് ആണ് W1 പ്ലസ് W2 പ്ലസ് എക്സെട്രാ ടു WK എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ശരിക്കും നിങ്ങൾ നോക്കുക W1 പ്ലസ് W2 പ്ലസ് എക്സെട്രാ ടു WK എന്ന് പറയുന്നത് W ആണ്. W ആരാണെന്ന് പറഞ്ഞു? നമ്മൾ V ആണെന്ന് പറഞ്ഞു. ഈ W1 ഉം W2 ഒക്കെ എന്താണ് ശരിക്കും? ഏഗൺ സ്പേസസ് ആണ്. ഏഗൺ സ്പേസസ് എന്ന് പറഞ്ഞാൽ C1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക് സ്പേസ് ആണ് ശരിക്കും W1 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം W ഈസ് ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ ദ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഓഫ് T. Thus W equal to V means characteristic vectors of T spans V. അതായത് നമ്മൾ പറഞ്ഞു W ഈക്വൽ ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്രാ ടു WK ആണ്. അതായത് നമുക്ക് പറയാം ഈ ഒരു സെറ്റ് സ്പാൻ ചെയ്യുന്ന W1 യൂണിയൻ W2 യൂണിയൻ എക്സെട്രാ ടു WK സ്പാൻ ചെയ്യുന്ന ഒരു സബ്സ്പേസ് ആണ്. ഇത് തന്നെയാണ് നമ്മളുടെ V എന്നും പറഞ്ഞു. ഇനി W1 എന്താ ശരിക്കും? W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സബ്സ്പേസ് ആണ്, ഏഗൻ സ്പേസ് ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം ശരിക്കും? ഏഗൻ വെക്ടർ സ്പാൻ ചെയ്യുന്ന സബ്സ്പേസ് ആണ് ആര്? W1 എന്ന് പറയുന്നത്. ഏഗൻ സ്പേസ് C2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ സ്പേസ് സ്പാൻ ചെയ്യുന്നതാണ് W2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ V എന്ന് പറയുന്നത് ആരാണെന്ന് പറയാം ശരിക്കും? ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഓഫ് T. അതായത് അത് ഏഗൻ സ്പേസ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഓഫ് T സ്പാൻ ചെയ്യുന്ന എലമെൻസിൻ്റെ ലീനിയർ സമ്മാണ് ആര്? V എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? T എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണെന്ന് പറയാം. കാരണം അതിൻ്റെ ബേസിസിൽ ആരുണ്ടെന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ഇതാണ് ഈ ഒരു ലെമ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1 implies 2, 2 implies 3, 3 implies 1. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ് നമുക്ക് നോക്കാം.